എല്ലാവർക്കും നമസ്കാരം. റൂട്ട് നെക്സസ് അഗ്രികൾച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളുകളായി നമ്മുടെ തോട്ടങ്ങളിലൊക്കെ അഴുകൽ രോഗം ഭയങ്കര കൂടിയ സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ മഴ കുറച്ച് കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കൺട്രോളൊക്കെ നമ്മുടെ അഴുകൽ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും മഴ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ അഴുകൽ രോഗം വീണ്ടും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ നമുക്ക് അതിന് വേണ്ട മരുന്നുകളൊക്കെ കൊടുക്കേണ്ടതാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ കർഷകർക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഈ നിമാവിര അല്ലെങ്കിൽ റൂട്ട് നോട്ട് നെമറ്റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് എന്താണ് നിമാവിര, എന്തുകൊണ്ടാണെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നിമാവിരകൾ ഈ ചെടികളിലേക്ക് കയറുന്നത്? ആദ്യത്തെ കാര്യം, ചെടി ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യം മോശപ്പെടുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് തന്നെ നിമാവിരകൾ വേരിലേക്ക് കയറുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു സ്ട്രെസ് അഥവാ സമ്മർദ്ദം എന്ന് പറയുന്നത്. ചൂട് കൂടുമ്പോഴും മഴയുടെ അളവ് കൂടുമ്പോഴും വേരുകൾക്ക് ചെറിയൊരു ക്ഷീണം അനുഭവപ്പെടും, ഒരു സ്ട്രെസ് അനുഭവപ്പെടും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ നിമാവരകൾക്ക് വേരിലേക്ക് കയറാനുള്ളൊരു സാഹചര്യം ഒത്തുവരും. അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റിയ മറ്റു കാര്യങ്ങളാണ്, നമ്മളിപ്പോൾ മണ്ണ് ലൂസാക്കാൻ വേണ്ടി മുള്ളിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് വേരുകൾ പൊട്ടും, അല്ലെങ്കിൽ കാറ്റ് പിടിക്കുമ്പോഴത്തേക്ക് വേരുകൾ പൊട്ടും. ഇങ്ങനെ ഉണ്ടാവുന്ന വേരിനുണ്ടാവുന്ന ഡാമേജുകളിലൂടെ നിമാവരകൾക്ക് ചെടികളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ വേര് പുഴു അല്ലെങ്കിൽ ഫിസേരിയ അല്ലെ കുമിൾ രോഗങ്ങൾ, ഇവകളും മണ്ണിൽ ഇവകളുടെ സാന്നിധ്യം മണ്ണിലേക്ക് കൂടുമ്പോഴും ഈ നിമാവിര പെട്ടെന്ന് ചെടികളിലേക്ക് പ്രവേശിക്കും. രണ്ടാമത്തേത്, എങ്ങനെയാണ് ഈ നിമാവിരകൾ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു വേരിന്റെ ആരോഗ്യം മോശപ്പെടുമ്പോഴത്തേക്ക് ഈ മണ്ണിലുള്ള നിമാവിരകൾ പെട്ടെന്ന് തന്നെ വേരിലേക്ക് ചുഴിഞ്ഞു കയറും. നമ്മുടെ ഈ വേരുകളുടെ കോശങ്ങളിലേക്കൊക്കെ പ്രവേശിച്ച് അവിടെയൊക്കെ ഡാമേജ് ഉണ്ടാക്കി, അതുപോലെ തന്നെ നമ്മുടെ ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസ് ഫുഡൊക്കെ ഈ നിമാവിരകൾ വലിച്ചെടുക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ട് മണ്ണിൽ നിന്നും ന്യൂട്രിയൻസ് ഈ കോശങ്ങളൊക്കെ ഡാമേജ് ആകുമ്പോഴത്തേക്ക് ഈ മണ്ണിൽ നിന്ന് ന്യൂട്രിയൻസും അല്ലെ ഫുഡൊക്കെ നമ്മുടെ ചെടികളിലേക്ക് എത്താതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിക്ക് മൊത്തത്തിലൊരു ഒരു മുരടിപ്പ് കാണപ്പെടാൻ പറ്റും. നമ്മുടെ പുതിയ സെറ്റാവാതെ വരും. അതുപോലെ തന്നെ മൊത്തത്തിൽ ചെടിയുടെ ഒരു വളർച്ചനെ ബാധിക്കും. പുതിയ ചിമ്പടിക്കാതെ വരും, പുതിയ പൂ പിടിക്കാതെ വരും. അതുപോലെ തന്നെ മൊത്തത്തിലൊരു മഞ്ഞപ്പ് നമ്മുടെ ചെടികൾക്ക് കാണാൻ പറ്റും. അപ്പം സ്വാഭാവികമായിട്ടും വേരുകൾക്ക് ഡാമേജ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ വേരിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും ഈ നിമാവിരകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളിലേക്ക് പ്രവേശിക്കുമെന്ന് നമ്മൾ കണ്ടു. ഇനി ഒരു പ്രധാന കാര്യമാണ്, മൂന്നാമത്തെ കാര്യം, കർഷകർക്ക് ഇതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഭൂരിഭാഗം കർഷകർക്കും തോട്ടത്തിൽ നിമാവിര ഉണ്ടോ എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. ഇതിനെ മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല വഴികളുണ്ട്. അതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ഇലയിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതിന് 3 സ്റ്റേജ് ആണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ്, ഇല അടുത്തടുത്ത് വരും. നമുക്ക് സാധാരണയുള്ള ഇലയുടെ ദൂരം കുറഞ്ഞു വരികയും അതുപോലെ തന്നെ പുതിയ വരുന്ന ഇലകൾ ചുരുണ്ടു വരികയും ചെയ്യും. ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇലകളുടെ വീതി നല്ല രീതിയിൽ കുറഞ്ഞു വരികയും അതുപോലെ തന്നെ പുതിയ ഇലകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പുതിയ ഇലകളും കുറച്ച് ചുരുണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് വിരിയാത്ത രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും സമാനമായിട്ടൊരു കാര്യമാണ് നമ്മുടെ തോട്ടങ്ങളിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാൽഷ്യത്തിന്റെയും ബോറോൺ മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു കാൽഷ്യം ഇൻഡ്യൂസ്ഡ് ബോറോൺ ഡെഫിഷ്യൻസി വന്നാലും നമ്മുടെ ചെടികൾ ഇതേപോലെയുള്ള സമാനമായ രീതിയിലുള്ള ഇൻഡിക്കേഷൻസ് കാണിക്കും. പ്രോപ്പറായിട്ട് ഡയഗ്നൈസ് ചെയ്യുക, ഇത് നെമറ്റോഡ് കാരണം ഉണ്ടാകുന്നതാണോ കാൽഷ്യം അല്ലെങ്കിൽ ബോറോൺ കാരണം ഉണ്ടാകുന്നതാണോ ഡയഗ്നൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നിമാവിരക്കുള്ള മരുന്നുകൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ കാൽഷ്യം ബോറോൺ കൂട്ടി കൊടുക്കുക. ഈ 2 സ്റ്റേജുകളിലാണ് നമ്മുടെ ചെടികൾ നിൽക്കുന്നതെങ്കിൽ. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഇലകളുടെ വീതി ഒട്ടും തന്നെ ഇല്ലാതാവും. അതൊരു വാള് പോലെ, നമ്മൾ കുറുനാമം എന്നൊക്കെ പറയും, ആ ഒരു രീതിയിലേക്ക് ഈ ഇലകൾ വരും. തന്നെ നമ്മുടെ വേരുകളിലും ഇതുപോലൊരു തടിപ്പ്, നമ്മുടെ വേരുകളിൽ ചെറിയ നീര് പോലെ ഒരു തടിപ്പ് നമുക്ക് കാണപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ പൊടിവേരുകൾ നശിച്ചു പോവുകയും അതുവഴി നമ്മുടെ മണ്ണിൽ നിന്നും ചെടിക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ് ഒക്കെ ഇവിടെ ബ്ലോക്ക് ആവും, പ്രോപ്പറായിട്ട് ചെടികളിലേക്ക് എത്താതായി വരും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? അപ്പം നമ്മുടെ തോട്ടങ്ങളിൽ നിമാവിര വളരെ കൂടുതലാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സ്റ്റേജ് 3 ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വേലംബ്രൈ അല്ലെങ്കിൽ ഫ്ലൂവോപയർ എന്ന് പറയുന്ന മരുന്ന്. അതൊരു 100 ml. അതിന്റെ കൂടെ തന്നെ ചീലേറ്റഡ് കാൽഷ്യം ഒരു 50 ഗ്രാം, പിന്നെ കാൽബിഎഫ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, അഗ്രിസോഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കാൽബിഎഫ്, കാൽഷ്യം പ്ലസ് ബോറോൺ കോമ്പിനേഷൻ ആണ്. അതൊരു 100 ഗ്രാമും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെറ്റർ കൺട്രോൾ ആണ് നെമറ്റോഡ്സിന്റെ. മാത്രമല്ല ഈ വേലംബ്രൈ എന്ന് പറയുന്നത് നല്ലൊരു സിസ്റ്റമിക് നെമാറ്റിസൈഡും അതുപോലെ തന്നെ നല്ലൊരു ഫംഗ്ഷനും കൂടിയാണ്. നമ്മുടെ മണ്ണിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ മാറി അതിൻ്റെ കൂടെ കാൽഷ്യം ബോറോൺ ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു വേര്, നല്ല ആരോഗ്യമുള്ള കരുത്തുള്ള പുതിയ ആക്റ്റീവ് വേരുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മണ്ണിലേക്ക് വരും. രണ്ടാമത് നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു മരുന്നാണ് കോർട്ടിവ എന്ന് പറയുന്ന കമ്പനിയുടെ സാലിബ്രോ എന്ന് പറയുന്ന മരുന്ന്. അതൊരു 60 ml 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കോണ്ടാക്ട് നെമാറ്റിസൈഡ് ആണ്.
അതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ചിലറ്റർ കാൽഷ്യം ഒരു 50 ഗ്രാം, അതേപോലെ കാൽബിഎഫ് കാൽഷ്യം പ്ലസ് ബോറോൺ കോമ്പിനേഷൻ അതൊരു 100 ഗ്രാം കൂടെ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പം നമ്മുടെ തോട്ടങ്ങളിൽ വളരെ കുറഞ്ഞ അളവിലാണ് നിമാവര അല്ലെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേജ് 1 അല്ലെങ്കിൽ 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് മരുന്നാണ് ഒരു 100 ഗ്രാം ഫ്യൂരിഡാൻ. അത് ഒരു ചെടിക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ചുറ്റും ഒരു 6 to 8 ചെറിയ കുഴികളെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു മരുന്നാണ് പാസിലോമൈസിസ് എന്ന് പറയുന്നത്. പാസിലോമൈസിസ് നല്ല ബെസ്റ്റ് മരുന്നാണ്, നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നല്ല കൺട്രോൾ കിട്ടുന്നൊരു മരുന്നാണ്. അപ്പം അത് കൊടുക്കേണ്ടത് ഒരു 50 ഗ്രാം ഒരു ചെടിക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ കലക്കി ഒഴിക്കുകയാണെങ്കിൽ ഒരു 1 കിലോ 200 ലിറ്റർ ഡ്രമ്മിൽ കലക്കിയിട്ട് നല്ലപോലെ കൊടുക്കുക. നല്ലപോലെ നമുക്ക് മാറ്റം വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കാർട്ടാപ്പ് സൈപ്പർ കോമ്പിനേഷൻ, കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് ഒരു 125 ഗ്രാമും കൂടെ സൈപ്പർമെത്രിൻ 25 EC അതൊരു 100 ml കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വേരുപടലത്തിൽ സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ കലക്കി ഒഴിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നിമാവരയ്ക്ക് സ്റ്റാർട്ടിംഗ് ഫേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള കൺട്രോൾ കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ചെടീനെ ഒരു ആരോഗ്യമായിട്ടുള്ള നിലയിൽ നിർത്തുവാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതല്ല, നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കുവാണെങ്കിൽ തന്നെ ഒരിക്കലും നമുക്ക് ഭയങ്കര ചൂടുള്ള സമയത്തോ അല്ലെങ്കിൽ ഭയങ്കര മഴയുള്ള സമയത്തോ ഒന്നും മരുന്ന് കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം ചെടീനെ ഒരു അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്ന് മാറ്റി നല്ലൊരു അതിന് സാഹചര്യം കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ മരുന്നുകൾ കൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഈ മരുന്നൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെടി തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി നോക്കും, അതിൻ്റെ വേരുകളൊക്കെ തനിയെ വരാൻ വേണ്ടി നോക്കും. അപ്പം നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ മണ്ണിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് കുറവുള്ളത്, ഏതൊക്കെയാണ് നമ്മുടെ ഇൻബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എന്ന് അറിഞ്ഞിട്ട് വേണ്ട മരുന്നുകൾ ന്യൂട്രിയൻസ് നല്ലപോലെ മണ്ണിൽ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ നമ്മുടെ തോട്ടങ്ങളിലേക്ക് ഈ നിമാവരകളൊക്കെ വരാതിരിക്കുന്നതിന് ശ്രദ്ധിക്കാം പരമാവധി. ഇപ്പോൾ വന്ന തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വർഷത്തിൽ ഒരിക്കലെങ്കിലും പാസ്റ്റലോമൈസിസ് നമ്മൾ ഇട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ കലക്കി ഒഴിക്കുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കൺട്രോൾ കിട്ടും ഇത് വരാതിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ തോട്ടങ്ങളിലൊക്കെ ഈ മുരിക്ക്, അതുപോലെ തന്നെ വാഴ, പിന്നെ ചേമ്പ്, ചേന, കപ്പ ഇങ്ങനത്തെ ക്രോപ്സ് ഒക്കെ നമ്മുടെ തോട്ടങ്ങളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ നിമാവര പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ചെടികളിലേക്ക് കയറി. ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ചെടികളിൽ ഇത് പെട്ടെന്ന് പെറ്റി വരികയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഏലത്തിൻ്റെ ആരോഗ്യം കുറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഏലത്തിലേക്ക് ഇത് വന്ന് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമുക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ തോട്ടങ്ങളൊക്കെ സന്ദർശിക്കണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഇനിയും പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. നന്ദി.